ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് പിതാവ് 150 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി നൽകിയ ഈ കുടുംബച്ചട്ടത്തിലെ 40 ഖണ്ഡങ്ങളിൽ ഇന്ന് നമ്മൾ ധ്യാനപൂർവം ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷമാശീലത്തെക്കുറിച്ചാണ്. വിശുദ്ധ ചാവറ പിതാവിൻ്റെ വ്യക്തിജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ അടിത്തറ എത്രമാത്രം ശക്തമായിരുന്നു എന്ന് അദ്ദേഹം നേരിട്ട ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹം പുലർത്തിയ ക്ഷമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവപിതാവിനെ സ്വന്തം അപ്പനായി കണ്ട് ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ചാവറ പിതാവ് ദൈവപരിപാലനയ്ക്ക് തന്നെ സ്വയം സമർപ്പിക്കുകയായിരുന്നു. ചാവറ പിതാവ് പറഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ദൈവപിതാവിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു വാചകമാണ് ദൈവ തിരുമനസ് നടക്കും നടത്തും എന്നുള്ളത്. ദൈവ തിരുമനസ് നടക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ദൈവപരിപാലനയിലുള്ള ആശ്രയത്തിന് തെളിവാണ്. ചാവറ പിതാവ് പറയുന്നു, ശ്രദ്ധിക്കുക, എല്ലാ ഞെരുക്കങ്ങളിലും ദീനങ്ങളിലും ദൈവ തിരുമനസ്സിന് നിന്നെ തന്നെ കൈയാളിക്കുക. സന്തോഷത്തിൽ മാത്രം ക്ഷമയായിരിക്കുന്ന ആൾ ശക്തിയില്ലാത്ത ആളാകുന്നു. ഒരു ഭക്തൻ പറഞ്ഞു വന്നതായത്, ഈ ലോകത്തിൽ സർവ്വതും എൻ്റെ മനസ്സുപോലെ നടക്കുന്നു, എന്തെന്നാൽ ദൈവം തിരുമനസ്സാകുന്നതൊക്കെയും ഞാനും മനസ്സാകുന്നു. ഇന്ന് ഈ വിഷയം നമ്മൾ ധ്യാനപൂർവം പരിചിന്തനം നടത്തുകയാണ്. ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളോട് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ പ്രതികരിക്കുന്ന രീതിയിലാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത പ്രതിഫലിക്കുന്നതെന്നാണ് ചാവറ പിതാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചാവറ പിതാവ് പറയുന്നത്, ഒരാൾ യഥാർത്ഥത്തിൽ ക്ഷമാശീലനായിരിക്കുന്നത് അയാളുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളോട് ക്ഷമിക്കുമ്പോഴാണ്, ജീവിതത്തിലെ സഹനങ്ങളോട് അയാൾ ക്ഷമിക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിലൊരു ക്ഷമാശീലനായിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ദുരന്ത അനുഭവങ്ങളെ ദൈവവിശ്വാസത്തിനനുസരിച്ച് കാണാനും വ്യാഖ്യാനിക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു മനസ്സ്, അതൊരു വിശ്വാസിയുടെ ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ നേരിട്ടപ്പോൾ അതിനെ ക്ഷമയോടെ സ്വീകരിച്ച് സഹനങ്ങളെ ത്യാഗമാക്കി പ്രാർത്ഥനയാക്കി മാറ്റിയ 2 വ്യക്തിത്വങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഈ വിഷയം ചർച്ച ചെയ്യാനും പ്രാർത്ഥനാ വിചിന്തനങ്ങൾ പങ്കുവയ്ക്കുവാനുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. സിസ്റ്റർ ഡോറ FCC ആണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. സിസ്റ്റർ തൃശ്ശൂർ FCC ഫ്രാൻസിസ്കൻ ക്ലാരിഷ് കോൺഗ്രിഗേഷനിലെ അംഗമാണ്. 40 വർഷങ്ങളായി അധ്യാപികയായിട്ട് സേവനമർപ്പിച്ച ഒരു ഗുരുശ്രേഷ്ഠയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഡോറ. ദീപിക ബാലസഖ്യവുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങൾ സിസ്റ്ററുമായിട്ട് എനിക്ക് അടുത്ത് ഒരുമിച്ച് സേവനമർപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിന് വില പറഞ്ഞ അല്ലെങ്കിൽ ഡേറ്റ് നിശ്ചയിച്ച ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ഈ പുഞ്ചിരി മായാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ജീവിതാനുഭവങ്ങളോടും ക്ഷമാപൂർവ്വം ജീവിതാനുഭവങ്ങളെ ക്ഷമാപൂർവ്വം സ്വീകരിക്കുവാൻ ദൈവം പ്രത്യേക കൃപ കൊടുത്ത ഒരു സഹോദരിയാണ് നമ്മുടെ സിസ്റ്റർ ഡോറ FCC. ചെമ്പകശ്ശേരി കുടുംബാംഗമാണ്, നിലമ്പൂർ ആണ് വീട് എന്ന് മനസ്സിലാക്കുന്നു. സിസ്റ്റർ ബെറ്റി തയ്യിൽ UMI ആണ് നമ്മളുടെ അടുത്ത അതിഥി. സിസ്റ്റർ കണ്ണൂർ ഉർസലൈൻസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന മാതാവിൻ്റെ സന്യാസ സഭയിലെ അംഗമാണ്. 20 വർഷത്തോളം സന്യാസാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകയായിട്ടാണ് സിസ്റ്റർ സഭയിൽ സേവനമർപ്പിക്കുന്നത്. ഒപ്പം ദൈവശാസ്ത്രത്തിൽ ബിരുദമെടുത്തിട്ടുള്ള സിസ്റ്റർ നിരവധി ധ്യാന വിചിന്തനങ്ങൾ സഭയിലും സമൂഹത്തിലും നൽകിക്കൊണ്ടിരിക്കുന്നു.
ജീവിതത്തിൽ ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് സഹനങ്ങളെ നേരിടേണ്ടി വന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ ദൈവവിശ്വാസം എങ്ങനെ കരുത്തായി എന്ന് ഇന്ന് സിസ്റ്റർ ബെറ്റി നമ്മളോട് ഷെയർ ചെയ്യും. പാലാ രൂപതയിൽ കൊല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് സിസ്റ്റർ ബെറ്റിയുടെ ഭവനം. നമുക്ക് ഈ രണ്ട് വിശിഷ്ട അതിഥികളെയും, ഒപ്പം നമ്മുടെ കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്, ഒപ്പം കല്ലാനോട് ഇടവകയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യണം. കൈയടിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സ്വാഗതം അർപ്പിക്കാം. ഒപ്പം നമ്മുടെ വിചിന്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ ചാവറപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിട്ട ഒട്ടനവധി കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ ചാവരുൾ നമുക്ക് വേണ്ടി എഴുതി നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് കരുത്ത് പകരുവാനും വരും തലമുറയ്ക്ക് ദൈവവിശ്വാസം കെടാതെ സൂക്ഷിക്കുവാനുമുള്ള വലിയൊരു വിളക്കായിട്ടാണ് ഈ ചാവരുൾ നൽകിയത്. നമുക്ക് ഇന്ന് നമ്മുടെ അതിഥികളിൽ നിന്ന് തന്നെ തുടങ്ങാം. വേദന നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ട് ജീവിതം തന്നെ വല്ലാതെ ഇരുളടഞ്ഞു പോയി എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സമർപ്പിതരാണ്, സന്യാസിനികളാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസവും വിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സമയത്ത് എങ്ങനെയാണ് ഒരുപക്ഷെ ചാവറപ്പിതാവ് അതിജീവിച്ചതുപോലെ ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ച് ഈ സഹന ജീവിതത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഡോറ സിസ്റ്റർ തന്നെ സംസാരിച്ച് തുടങ്ങാം. ഞാനൊരു 40 വർഷക്കാലം കേരളത്തിൽ സ്കൂളുകളിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു മിഷൻ രംഗത്തേക്ക് പോകുവാൻ എൻ്റെ പ്രൊവിൻഷ്യലിനോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം എപ്പോഴും അധികാരികൾ പറയുന്നത് ദൈവതിരുമനസ് എന്നുള്ളതായ ഒരു ഉറച്ച ബോധ്യം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പല അനുഭവങ്ങളിലൂടെ അത് എപ്പോഴും നന്മയ്ക്കാണെന്നും ഞാൻ കണ്ടിരുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ ഈ ഒരു പ്രൊവിൻഷ്യലിൻ്റെ റിക്വസ്റ്റ് സ്വീകരിച്ച് ഞാൻ പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു മാരകമായ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങി. ബ്രസ്റ്റിലൊരു ചെറിയ ഗ്ലാൻഡ്. ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ക്യാൻസർ ആണെന്നത് വെളിവായി കിട്ടി. ഡോക്ടർ തന്നെ എന്നോട് നേരിട്ട് അത് പറയുകയും ചെയ്തു. മുമ്പ് പലരുടെയും ക്യാൻസർ വന്ന അവസ്ഥകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണ് എന്നുള്ളതും എനിക്കറിയാം. എങ്കിലും എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 28 വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഈ രോഗത്തെയും ഞാൻ അങ്ങനെ ഒരു മനസ്ഥിതിയോടുകൂടി കാണുകയും യാതൊരു ഭാവഭേദവും കൂടാതെ നാട്ടിൽ വന്ന് അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓപ്പറേഷൻ കഴിഞ്ഞു. പലപ്പോഴും അതിൻ്റെ ഇടയിൽ എനിക്ക് അസ്വസ്ഥതകളുണ്ടായി, പനിയൊക്കെ ഉണ്ടായി. എങ്കിലും ഈ രോഗം ദൈവം എന്തിനോ നന്മയ്ക്ക് വേണ്ടി എനിക്ക് വരുത്തി എന്നുള്ള ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാൽ ഞാനതിനെ സ്വീകരിച്ചു. വചനമാണ് എനിക്ക് ശക്തി തന്നുകൊണ്ടിരുന്നത് എന്നെനിക്ക് പറയാൻ സാധിക്കും. വചനം ഉരുവിട്ടുകൊണ്ട് നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരെയും വിസിറ്റേഴ്സിനെയൊന്നും അധികം സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈ സമയം ദൈവം എന്നെ തൻ്റെ വചനം ഉരുവിടാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്ന നേരമാണ് എന്നെനിക്ക് തോന്നി. അതിനാൽ രോഗസൗഖ്യത്തിന് വേണ്ടി സഹായകമായ ചില വചനങ്ങൾ, ജ്ഞാനം 16:12, അതുപോലെ സങ്കീർത്തനം 107:20, ഇങ്ങനെയുള്ള ചില വചനങ്ങൾ ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈ വചനത്തിൻ്റെ ഈ ശക്തിയാൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഈ വചനം എന്നിൽ പ്രവർത്തിച്ചു. ഈ വചനത്തിൻ്റെ ഒരേ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ റിസൾട്ടും വന്നപ്പോൾ ഒരു റേഡിയേഷനോ ഒരു കീമോതെറപ്പിയോ എനിക്ക് വേണ്ട എന്ന് ഡോക്ടർ പ്രസ്താവിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്
ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. ഈ ഒരു വലിയ ഒരു ജീവിത അനുഭവം എല്ലാവരും തീരുമാനിച്ചു ഇതോടുകൂടി എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുവെന്ന്. പക്ഷേ ഈ രോഗം കഴിഞ്ഞിട്ടും അതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലയായി ഞാൻ വീണ്ടും പ്രവർത്തന രംഗങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. വചനം നമ്മെ ശക്തിപ്പെടുത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പലരുടെയും ജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ എപ്പോഴും അവരെ പോയി കാണാനും അവരോട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് എങ്ങനെ ഇതിനെ നേരിടണം എന്ന് പറഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു റിഫ്ലക്ഷനാണ്, ജീവിതാനുഭവമാണ് സിസ്റ്റർ ഡോറ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനാത്മകമാണ്. നമുക്ക് കൂടുതൽ ചർച്ചയിലേക്ക് വരാം. സിസ്റ്റർ ബെറ്റിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത സമയത്ത് ക്ഷമാശീലത്തോടു കൂടി ഈ ഒരു പ്രതിസന്ധിയെ സ്വീകരിക്കാൻ കഴിഞ്ഞത്? അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു വിശ്വാസ അനുഭവമാണ് ഒരു ശക്തിയായിട്ട് വന്നത്? ഞാനിപ്പോൾ സിസ്റ്റർ ഡോറ പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു. വചനം സിസ്റ്ററിനെ എത്രമാത്രം ശക്തിപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് തിരിയാനായിട്ട് സിസ്റ്ററിനെ, മറ്റുള്ളവരുടെ വേദനയിലോട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ടും സിസ്റ്ററിനെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിലും 2-3 അനുഭവങ്ങളുണ്ടായി. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നത് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അതും ക്യാൻസറാണെന്ന് ഒരു മെസ്സേജ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു 8 വർഷം മുൻപാണ് പെട്ടെന്ന് ആ ന്യൂസ് കിട്ടിയപ്പോൾ എനിക്കും പെട്ടെന്നൊരു ടെൻഷനൊക്കെ തോന്നി, ഇതെന്തായിരിക്കും ഈ സമയത്ത് വന്നത്. പക്ഷേ എങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ ഏറെ ശക്തിപ്പെടുത്തി. സഭയിലെ ഓരോ മെമ്പേഴ്സും എനിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ചില സിസ്റ്റേഴ്സ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതായിട്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. സിസ്റ്ററിൻ്റെ ഇത്ര ചെറുപ്പമാണ്, സിസ്റ്ററിനെ ഇപ്പോഴേ ഇങ്ങനെ ഒരു വേദന അനുഭവിച്ച് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, അതിന് പകരം എനിക്ക് അസുഖം തന്നാൽ മതിയായിരുന്നു എന്നുവരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച സിസ്റ്റേഴ്സ് എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേരുടെ സ്നേഹം അനുഭവിക്കാനും പറ്റി. അവർക്കും എന്നിൽ നിന്നും കൂടുതൽ കണ്ടെത്താനായിട്ടും എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കാനും എനിക്ക് അവരെ സ്നേഹിക്കാനായിട്ടും ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നതായിട്ടാണ് എനിക്ക് അതിനെ വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെയൊരു പ്രാർത്ഥന അനുഭവം, അതായത് ഒരു രോഗം വരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയുന്നു, അതുവരെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ സ്വപ്നങ്ങൾ മനസ്സിലുണ്ട്, സഭയെക്കുറിച്ചും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒത്തിരിയേറെ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എല്ലാം ഒരു സമയം ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നൊരു സമയത്ത് എങ്ങനെയാണ് പിന്നെ ആ സമയത്തുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു സംഘർഷം ഏത് രീതിയിലാണ് അതിജീവിക്കാൻ പറ്റിയത്? എന്നെയും ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയത് ദൈവവചനം തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു. എന്തെല്ലാം ദൈവം എനിക്ക് തരുന്നുവോ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. അത് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സ്വീകരിക്കുക, അതായിരുന്നു എനിക്ക് അന്ന് ചെയ്യാൻ സാധിച്ചത്. ഒത്തിരി പേര് എന്നെ സ്പിരിച്വലി സഹായിക്കുകയും ചെയ്തു ഇങ്ങനെയൊരവസ്ഥയിലേക്ക് എത്തി വരുവാനായിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭാ സ്ഥാപക വാഴ്ത്തപ്പെട്ട ബ്രിജിത മൊറേല്ലോ 24 വർഷം രോഗിയായി രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണ് സഭയെ നയിച്ചിരുന്നത്. അപ്പം മദറിന് ഞങ്ങളുടെ ക്യാരിസത്തിൻ്റെ ഭാഗമായിട്ടും ക്രൂശിതനായ യേശുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക, അതാണ് ഞങ്ങളുടെ ക്യാരിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ള ക്രൂശിതരോട്, സമൂഹത്തിലുള്ള ക്രൂശിതരോട് നാം താതാത്മ്യം പ്രാപിക്കുക, അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ക്രൂശിതനായ യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അതെടുക്കുക എന്നുള്ളതാണെന്ന് ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനായിട്ടും എന്നെ ഏറെ ആളുകൾ സഹായിക്കുകയും ചെയ്തു. പിന്നെ ദൈവവചനവും എന്നെ അതിനായിട്ട് നയിച്ചിരുന്നു. അതുവരെ നമ്മൾ പ്രസംഗിക്കുകയാണല്ലോ, അതുവരെ നമ്മൾ എഴുതുകയും പ്രസംഗിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇത് നമുക്കിട്ട് തന്നെ കിട്ടിയല്ലോ എന്ന് വരുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ട്. അതാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു ക്രൈസിസ്. അതാണ് ഒരു ഫെയ്ത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ
ക്രൈസിസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സമയം അതാണ്. ഇത് എനിക്ക് തന്നെ വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചകഞ്ഞു പോകുന്ന ഒരു ശൈലിയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കും. കാരണം ഇപ്പോൾ 2 സന്യാസിനികളുടെ ഒരു ആത്മീയമായ ഒരു കരുത്തിൻ്റെ പാരമ്പര്യത്തിലുണ്ടായ ഒരു പ്രതികരണമാണിത്. അവർക്ക് രോഗങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അവരത് ഈശോയുടെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിലെടുത്തു. കുടുംബജീവിതത്തിലേക്കുള്ള ദൈവവിളി ലഭിച്ചിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വിചിന്തനത്തിൽ, ഈ പ്രാർത്ഥനാ വിചിന്തനത്തിൽ പങ്കുചേരുന്ന ശ്രോതാക്കൾ ഏത് തരത്തിലാണ് സഹനങ്ങളെ സ്വീകരിക്കുന്നത്? ജീവിതത്തിലേക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ടങ്ങ് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമാണ്, സമാധാനമാണ്, നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ കൃഷിയാണെങ്കിൽ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ട്, മക്കൾ പഠിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ വളരുന്നു, കൊച്ചുമക്കൾ വളരുന്നു, ഇതെല്ലാം വളരെ സുഖകരമായിട്ട് അങ്ങോട്ട് ഒരു തടസ്സമില്ലാതെ ഒഴുകിയാൽ ആർക്കും ഒരു പ്രശ്നമില്ല. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവത്തോടും പരാതിയില്ല, ആരോടും പരാതിയില്ല. പക്ഷേ ഇതിനൊരു തടസ്സം വരികയാണ്, ജീവിതത്തിലൊരു വിഘ്നം വരുന്നു, പ്രതീക്ഷയെല്ലാം തകിടം മറിയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ ഏത് തരത്തിലാണ് ആ ഒരു അനുഭവത്തെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങൾ 2 പേരും മക്കൾ 2 പേരുമായിട്ട് തനിയെ ജീവിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഹസ്ബൻഡിന് പിടിയുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ഇങ്ങനെ നെഞ്ചുവേദന വന്നു. വിഷമമായി. ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ കുട്ടികളാണ്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പതർച്ചയോ ഒരു വിഷമമോ ഒന്നും കൂടാതെ ധൈര്യത്തോടു കൂടി അടുത്ത വീട്ടിൽ ഓടിപ്പോയി അവരെ മുട്ടി വിളിച്ച് അവരെ കൊണ്ടുവരുന്നതിനും ആസ്പത്രിയിൽ പോകുന്നതിനും എന്താണോ ദൈവത്തിൻ്റെ വലിയ പരിപാലനം അന്നേരം അനുഭവിച്ചു. എനിക്ക് അങ്ങനെ ഒരു പതർച്ചയോ ഒരു വിഷമമോ ഒന്നും കൂടാതെ തന്നെ ഇതെല്ലാം ധൈര്യമായിട്ട് ചെയ്യുവാനും ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യുവാനും 5-6 ദിവസം ആസ്പത്രിയിൽ കിടന്ന് സുഖമായിട്ട് വീട്ടിൽ വരുവാനും എല്ലാം വിശ്വാസത്തിന്റെ ഒരു കരുത്ത് പെട്ടെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചോ? എങ്ങനെയാണത്, അങ്ങനെ ആ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ധൈര്യം കിട്ടിയത്? ദൈവത്തിലുള്ള ഒരു ആശ്രയം തന്നെ, വിശ്വാസം തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടുകാർ 2 പേരുടെ വീട്ടുകാരും ദൂരെയാണ്, ഞങ്ങൾ 2 പേരും തനിയേ ഉള്ളൂ. ഞാൻ തിരൂരായിരുന്നു, ഹസ്ബൻഡ് കോട്ടയ്ക്കലായിരുന്നു. എൻ്റെ വീട് വയനാട്ടിലാണ്, ഹസ്ബൻഡ് കൂരാച്ചുണ്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്. ഇവരെല്ലാവരും പിറ്റേ ദിവസം ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആ സമയവും എനിക്ക് യാതൊരു ഒരു കരച്ചിലോ മനപ്രയാസമോ ഒന്നും കാണിക്കാൻ ഒന്നും വരുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാം ധൈര്യമായിട്ട് ഡോക്ടറെ കാണാനും ചെയ്യാനും കുട്ടികളുടെ കാര്യം നോക്കാനും എല്ലാം ഇതായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ധൈര്യം ലഭിച്ചു. അങ്ങനെ പല പ്രാവശ്യം വീണ്ടും അസുഖങ്ങളുണ്ടായപ്പോഴും എല്ലാം അങ്ങനെ ഒരു തളർന്നു പോകാതെ തമ്പുരാൻ അതൊക്കെ നോക്കിക്കോളും. തമ്പുരാൻ ചെറുപ്പത്തിലും മാതാപിതാക്കളിൽ നിന്നൊക്കെ ലഭിച്ച ഒരു വിശ്വാസത്തിൻ്റെ ശൈലിയുടെ തുടർച്ചയാണ്. ചേച്ചിയുടെ ജീവിതാനുഭവം എന്താണ് ഇക്കാര്യത്തിൽ? എൻ്റെ പേര് ഷീല, കൂരാച്ചുണ്ട് ഇടവക. ഏതാണ്ട് ഒരു 8 വർഷം മുന്നെയാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വല്ലാത്തൊരു ഷോക്ക് തോന്നി. ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുകയും പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വിട്ടിട്ട് ഇങ്ങനെയാണല്ലോ എന്ന് പെട്ടെന്നൊരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ ആദ്യമായിട്ടൊരു ബൈബിൾ കൺവെൻഷൻ തുടങ്ങുന്ന ദിവസമാണ് എൻ്റെ ബയോപ്സിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പം അവിടുന്ന് മെരുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു എന്താണെങ്കിലും പെട്ടെന്ന് സർജറി ചെയ്യണം, ഇങ്ങനെ കൺവെൻഷൻ ഒന്നും കഴിയാൻ നിന്നാൽ ശരിയാകില്ല, 5 ദിവസം കഴിയണ്ടേ, അപ്പോൾ ഇത് പെട്ടെന്ന് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മുടെ ഇടവകയിൽ ആദ്യമായിട്ട് വരുന്നൊരു കൺവെൻഷൻ അല്ല, അത് കൂടിയിട്ട് മരിക്കുകയാണെങ്കിലും വചനം കേട്ടിട്ട് മരിക്കുക എന്നുള്ളൊരു അവർ എന്താണേലും വന്നു. അങ്ങനെ പിന്നെ പനക്കലച്ചനെ കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വികാരിയച്ഛൻ മുറി കൊണ്ടുപോയി. അപ്പോൾ പനക്കലച്ചൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കൊച്ചരേസി ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കണം. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ചിലപ്പം പനക്കലച്ചൻ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന് പറയുമായിരിക്കും എന്നൊക്കെ. പക്ഷേ പനക്കലച്ചൻ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓപ്പറേഷൻ ഒന്നും ഒഴിവാകില്ലാന്ന്. അപ്പം കൺവെൻഷൻ കഴിഞ്ഞ പാടെ തന്നെ അമലയിലേക്ക് പോയി. അപ്പം നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അമലയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ അമലയിൽ നല്ല ചെയ്ത് അവിടുത്തെ ചീഫ് സർജൻ പുറത്തുനിന്നാണ് ചെയ്തത്. കാരണം അമലയിൽ ഡേറ്റ് കിട്ടാൻ കുറച്ച് താമസം വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുറത്തുനിന്ന് ചെയ്തു. അങ്ങനെ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ക്രിസ്മസിൻ്റെ തലേദിവസം 23-ന് സർജറി കഴിഞ്ഞ് 24-ന് രാത്രിയാണ് ഞങ്ങൾ കുരാച്ചുണ്ടിൽ വരുന്നത്. അപ്പോൾ കുരാച്ചുണ്ടിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും പാതിരാ കുർബാനയ്ക്ക് പോകേണ്ട സമയമാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് കാരണം ഇവിടെ എത്തുന്നത് കുരാച്ചുണ്ടിൽ. അപ്പോൾ പള്ളീൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേനും പള്ളിയിൽ അധികം ദൂരമില്ല വീട്ടിലേക്ക്. പള്ളീൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേനും പെട്ടെന്ന് പാതിരാ കുർബാനേൻ്റെ സമയമൊക്കെ ആയല്ലോ എന്നൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുരാച്ചുണ്ടിലാണെങ്കിൽ 26-ന് കൊടിയേറും പെരുന്നാളിന്. അപ്പോൾ 1200 കുടുംബങ്ങളുള്ള ഇടവകയാണ്. അപ്പോൾ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. എല്ലാ കൊല്ലവും പ്രദർശനമൊക്കെ ആഘോഷമായിട്ട് പിള്ളേരെ കൊണ്ട് പോകുന്നതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ഉടനെ ആയതുകൊണ്ട് പിള്ളേർക്ക് പെരുന്നാളിനൊന്നും പോകാനൊരു
മൂടില്ലാത്ത പോലെ പിള്ളേർ പോകാണ്ടൊക്കെ ഇരുന്നു രണ്ടുപേരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നു. ഇന്ന് പ്രദക്ഷിണമില്ല, ഭയങ്കര മഴ. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ തോമസിലേക്ക് എന്നോടെന്തോ ശരിക്കും ഉണ്ട്. പിള്ളേർ ആദ്യം പറയുന്നുണ്ടായിരുന്നു മമ്മി തോമസിലേക്ക് എൻ്റെ അടുത്ത ആളല്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു എന്തൊരു വല്ലാത്ത എന്നാലും പെരുന്നാൾ ഇങ്ങനെ ഒരു സങ്കടം ആയിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് ഒരു സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും എല്ലാവരും ഇങ്ങനെ കുരാച്ചൻ്റെ ഇടവകയിൽ എല്ലാവരുടെയും ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരും. വികാരിയച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോഴത്തേനും പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞ് മൊട്ടത്തിലാണെങ്കിലും വികാരിയച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തലയിൽ കൈവെക്കും. നല്ല മുടി കംപ്ലീറ്റ് മൊട്ടയായി. കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടി മൊത്തം പൊഴിഞ്ഞു പോയി. അല്ല അങ്ങനെ പിന്നെ വചനം കുറേ കൂടെ പിന്നെ ഒത്തിരി പേരുടെ പ്രാർത്ഥന. പിന്നെ എല്ലാവരും ഇങ്ങനെ പിന്നോട് തന്നെ പലരും പറഞ്ഞു ഇങ്ങനെ അവിടുന്ന് കൺവെൻഷൻ സമയത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടുവെന്ന്, ഞങ്ങൾക്ക് ഈ കൺവെൻഷന് ശീലം മാത്രമേ മനസ്സിലുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് 1100 കുടുംബങ്ങളില്ല. അപ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണ് ശരിക്കും നമുക്ക് ആ ഒരു പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള. പിന്നെ ദൈവത്തെ അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല, പിന്നെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുക. അപ്പോൾ എന്താണെങ്കിലും സഹിക്കാതെ പിന്നെ കുരിശുമരണം ഇല്ലെങ്കിൽ ഉത്ഥാനം ഇല്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ പിള്ളേരും പിന്നെ അത് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊണ്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും പിന്നെ ഒരു വിഷമമില്ല, എപ്പോഴും സന്തോഷമായിട്ട് തന്നെ പിള്ളേർ രണ്ടുപേരും. മുടിയൊക്കെ ആണെങ്കിലും തീർത്തും പൊഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കാണാൻ വരുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗാണ്. ഞാനിങ്ങനെ കറുത്ത് കരിവാളിച്ച് മുടിയൊക്കെ പൊഴിഞ്ഞും മൊട്ടത്തലയായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെയുള്ള പണി എന്താ വെച്ചാൽ ആര് വന്നാലും പിന്നെ അവരെ സമാധാനിപ്പിക്കും. ആര് വന്നാലും അവരെ സമാധാനിപ്പിച്ച് വിടേണ്ട സ്ഥിതിയായി. അപ്പോൾ പിന്നെ വരുന്നവർക്ക് അതൊരു സന്തോഷമായി. ഞാനിങ്ങനെ ഇത്രയും പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് വിടുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് പിന്നീട്. പിന്നെ ഇപ്പോൾ ആർക്കാണെങ്കിലും അസുഖം വരുമ്പോൾ എന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ ആ ഒരു നിലയിൽ ഇപ്പം അന്ന് ആ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ ഇനി ഞാൻ അവസാനമായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇങ്ങനെ ക്യാൻസർ വന്നവർക്കൊക്കെ കൂടുതൽ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുന്ന കേൾക്കാമല്ലോ. അപ്പോൾ ഓരോ അവയവത്തെയായിട്ട് ബാധിക്കും എന്നൊക്കെ. അപ്പം ഞാൻ പറയും എന്നാലും ഏറ്റവും അവസാനം നാവിന് വരാവുള്ളൂ, എന്നാലല്ലേ വരുന്നവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ അവയവമായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ആ ഏറ്റവും അവസാനം എൻ്റെ നാവിനെ ബാധിക്കാവുള്ളൂ എന്ന് മാത്രം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. വേറെ ഒരു കാര്യവും എന്ത് വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ള. അതായത് ഒന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മൾ ആദ്യം കേൾക്കുന്നൊരു സമയമുണ്ടല്ലോ, അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ആദ്യം നമ്മളിത് കേൾക്കുകയാണ്. അതായത് ഇങ്ങനെ എനിക്ക് ക്യാൻസറാണ് എന്നൊരു കേൾവി മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയോ, നമ്മൾ തമ്പുരാനെ എന്നറിയാണ്ട് വിളിച്ചോ, അതോ നമ്മുടെ ജീവിതം മുഴുവൻ തീർന്നു പോയി എന്ന് വിചാരിച്ചു പോയോ? മക്കളുണ്ട്, അവരൊന്നും എത്തിയിട്ടില്ല, ഹസ്ബൻഡ് നമ്മൾ ജീവിച്ചങ്ങ് കൊതി തീർന്നിട്ടില്ല, അതിനു മുമ്പ് നമ്മളെ കൊണ്ട് പോവോ എന്നിങ്ങനെ പേടിച്ചു പോയോ? എന്തായിരുന്നു അന്ന് ആ സമയത്ത് ഒരു ഫീൽ? എന്താണ്? പെട്ടെന്നൊന്നും വല്ലാതെ പതറിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ കാരണം എന്താ വെച്ചാൽ എങ്ങനെ നമുക്കൊരു വിശദീകരിക്കാൻ പറ്റും? അന്ന് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അല്ല അങ്ങനെയല്ല, പിള്ളേരുടെ കാര്യത്തിൽ എപ്പോഴും. പിന്നെ പുള്ളിക്കാണെങ്കിലും ഞാനില്ലാതെ ഒറ്റയ്ക്ക് ആധാരം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇല്ലാണ്ടായി പോയാൽ എല്ലാ കാര്യവും മുട്ടിപ്പോകും എന്നൊക്കെ ഉള്ളൊരു ധാരണ. അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അച്ഛനും അങ്ങനെ എല്ലാവരും വരുമല്ലോ അപ്പോൾ കൂടെ. അപ്പം വരുന്നവരൊക്കെ എന്നോട് പറഞ്ഞു നീ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ദൈവം നടത്തല്ല. ഞാനല്ലല്ലോ. അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചു അത് ശരിയാണല്ലോ. കാരണം വെച്ചാൽ ഞാൻ മരിച്ചാലും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്പം അങ്ങനെ ഒരു ഉറപ്പ് കൂടുതൽ ഇതിലേക്ക് ആ ഒരു ചിന്ത വന്നാൽ. പക്ഷേ അതുവരെ പെട്ടെന്ന് നമ്മൾ ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട്, പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നമ്മളാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറിക്കിട്ടിയത് യഥാർത്ഥത്തിൽ വളരെ ശരിയായിട്ടുള്ള ഒരു മാനുഷികമായ ഒരു നിരീക്ഷണമാണ്. രോഗത്തോടുകൂടി ഇതൊരു പിന്നെ ഷീല ചേച്ചിയുടെ ഈ ഒരു ഷെയറിങ് ഒത്തിരി പേരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി പേര്, കാരണം എല്ലാവരുടെയും തന്നെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും അസുഖം വരുമ്പോൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കും. ഞാൻ ഒരു കുടുംബം നിലനിൽക്കുന്നത് ഞാൻ കാരണമാണെന്നാണ് ഓരോ കുടുംബത്തിലുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. നമ്മളങ്ങ് മാറിയാൽ എല്ലാം തകർന്നു പോകുന്നു വിചാരിച്ചു പോകും. അതേസമയം തന്നെ പിന്നെ തമ്പുരാൻ്റെ ഒരു പരിപാലന നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഷെയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കൂടുതൽ ഫീൽ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഈ രോഗാവസ്ഥയിലാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് രോഗത്തെ സ്വീകരിക്കുന്ന ഒരു രോഗിയും ഒറ്റയല്ല എന്ന് ഈ രോഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണത്തെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്ന് ഓരോ രോഗവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹനം വരുന്നതിൻ്റെ പിന്നിൽ ഒരു കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ടെങ്കിൽ കുന്നുണ്ട് എന്ന് ഞാൻ പഠിച്ചു. എന്നെ പഠിപ്പിച്ചു ദൈവം. മനുഷ്യരക്ഷയ്ക്ക് സഹനത്തെക്കാൾ വലിയൊരു മാർഗം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തു അത് തിരഞ്ഞെടുക്കുമായിരുന്നു. എവിടെയൊക്കെ ആരെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസമുള്ളവർ സഹനങ്ങളെ നേരിടുമ്പോൾ അവർ ഒറ്റയായിട്ട് ഒരിക്കലും സഹിക്കുന്നില്ല.